മാമച്ചന്റെ മൂത്ത മക്കളിൽ ഒരുവൾ ഒരു അന്യമതക്കാരന്റെ കൂടെ വിവാഹം കഴിച്ച് ഒരു കുട്ടിയുമായി ജീവിക്കുകയാണ്. മാമച്ചന് അവരോട് ഉള്ളിൽ ദേഷ്യമൊന്നുമില്ലെങ്കിലും പുറമേക്ക് അയാൾ അവരോട് ഒരു അടുപ്പവും കാണിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ ചേച്ചിയുടെ വിവരം രണ്ട് അനിയന്മാരോടും അന്വേഷിക്കുകയും വിവരങ്ങൾ തിരക്കുകയും അയാൾ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ മകൻ പീറ്ററിനെ വിവാഹം ആലോചിക്കുകയും മാമച്ചൻ വന്ന് അവനെ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴെല്ലാം മനഃപൂർവ്വം അവൻ ഇപ്പോൾ എനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. പീറ്ററിന്റെ അനിയൻ ചേട്ടനെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ചേട്ടൻ വിവാഹത്തിന് സമ്മതിക്കാത്തതെന്ന് അവൻ ചേട്ടനെ കളിയാക്കുന്നു. അനിയൻ ശരിക്കും ഒരു കോഴിയായിരുന്നു. എല്ലാ പെണ്ണുങ്ങളുടെയും പുറകെയും കമന്റ് അടിച്ച് നടക്കലായിരുന്നു അവന്റെ പ്രധാന തൊഴിൽ. അങ്ങനെയിരിക്കെ ഒരു ദിവസം ചേട്ടന്റെ ഓഫീസിലെത്തി അവൻ പെൺകുട്ടികളോടെല്ലാം സംസാരിച്ച് ഒരു പെൺകുട്ടിയുടെ അടുത്തെത്തുന്നു. അവളോട് എന്തോ കളിയാക്കുകയും അവൾ പെട്ടെന്ന് പിന്തിരിഞ്ഞു നോക്കുകയും ചെയ്തപ്പോൾ അവൻ ഞെട്ടിപ്പോകുന്നു. ജൂഡി എന്ന പെൺകുട്ടിയായിരുന്നു അത്. അവൻ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് കൂട്ടുകാരനുമായി ബെറ്റ് വെച്ച് അവളെ കുറെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് കിസ് ചെയ്യുകയും ആ ബെറ്റ് പൈസ അവൻ മേടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ദേഷ്യം ജൂഡിക്ക് ഇപ്പോഴും അവനോട് ഉണ്ടായിരുന്നു. പീറ്റർ എല്ലാ ദിവസവും ചേച്ചിയെ കാണാൻ പോകുകയും ചേച്ചിയുടെ മകനുമായും അവിടെയുള്ള എല്ലാവരുമായും നല്ല അടുപ്പത്തിലുമായിരുന്നു അവൻ. ചേച്ചിയുടെ ഭർത്താവിന്റെ അനിയത്തി ദേവിയെ പീറ്ററിന് ഇഷ്ടമായിരുന്നു. അത് പക്ഷേ വേറെ ആർക്കും അറിയില്ലായിരുന്നു. അനിയന് മാത്രമേ അത് അറിയുകയുണ്ടായിരുന്നുള്ളൂ. പീറ്റർ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. ഒരു ദിവസം ചേച്ചിയുടെ വീട്ടിൽ വെച്ച് അവൻ ബോധമില്ലാതെ മദ്യപിക്കുകയും അവിടെ നിന്നും ദേവി അവനെ വഴക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവൻ ഒരു തീരുമാനമെടുക്കുന്നു, താൻ ഇനി ഒരിക്കലും മദ്യപിക്കില്ല എന്ന്. മദ്യപാനം നിർത്തിയ ചേട്ടനെ അനിയൻ മദ്യം കൊണ്ടുവന്ന് ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. അപ്പോഴും അവൻ അയാളെ കളിയാക്കുന്നുണ്ട്. ദേവിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചേട്ടൻ ചെയ്യില്ല എന്ന് എനിക്കറിയാമെന്നും അവൻ പറയുന്നു. അങ്ങനെ ഇരിക്കെ ജൂഡിയുമായി അവൻ കമ്പനിയാകുകയും അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആകുകയും ചെയ്യുന്നുണ്ട്. ഒരു ദിവസം പള്ളിയിലെ അച്ഛൻ പീറ്ററെ കാണാൻ വരുന്നു. മാമച്ചൻ പറഞ്ഞു വിട്ടതായിരുന്നു അച്ഛനെ. അവന്റെ കല്യാണ കാര്യം അച്ഛൻ അവനോട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അച്ഛനോട് പറയുന്നു, തനിക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും അതിന് തന്റെ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്നും അവൻ പള്ളിയിലെ അച്ഛനോട് പറയുന്നു. ഇതെല്ലാം കേട്ട് പള്ളിയിലെ അച്ഛൻ പറയുന്നു, നിന്റെ അച്ഛൻ ഒരു ട്രോമ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, ഇതുകൂടെ താങ്ങാൻ അദ്ദേഹത്തിന് കെൽപ്പുണ്ടാവില്ല എന്നും ദേവിയോട് മതം മാറാൻ പറയാനും അച്ഛൻ പീറ്ററിനോട് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പീറ്ററിന്റെ കൂട്ടുകാരനായ മുരളി ജോലി മാറ്റം കിട്ടി അവന്റെ നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ അവൻ തന്റെ ചേച്ചിയെയും ചേട്ടനെയും ദേവിയെയും എല്ലാം മുരളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ചേച്ചിയും ചേട്ടനും അവനെ വീട്ടിലേക്ക് വിളിക്കുന്നു. ചേട്ടൻ പറയുന്നു, ദേവിക്ക് കല്യാണപ്രായി എന്നും അവളെ നമ്മൾക്ക് പറ്റിയ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നും പീറ്ററിനോട് അവർ പറയുന്നു. പീറ്ററിന്റെ കൂട്ടുകാരനായ മുരളി എങ്ങനെയുള്ള ആളാണെന്നും നല്ല സ്വഭാവമുള്ള ആളാണെങ്കിൽ നമുക്ക് ആലോചിക്കാമെന്നും ചേട്ടൻ പീറ്ററിനോട് പറയുന്നു. ഇത് കേട്ട് പീറ്റർ അവിടെ നിന്നും ഒരു കണക്കിന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവനത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും അവൻ മുരളിയുമായി സംസാരിച്ച് ദേവിയുടെ കല്യാണം ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൻ തന്നെ മുൻകൈയെടുത്ത് ദേവിയുടെയും മുരളിയുടെയും വിവാഹം നടത്തി കൊടുക്കുന്നു. പിന്നീട് അവൻ വീണ്ടും മദ്യപാനം തുടങ്ങുകയും ബോധമില്ലാത്ത അവസ്ഥയിൽ ഓഫീസിൽ വരികയും ചെയ്യുന്നു. ഇതിന്റെ ബാക്കി പാർട്ടിന് വേണ്ടി ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കില്ലേട്ടോ.